എല്ലാവർക്കും വില്ലേജ് ജീനിയസിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഇതെന്താണെന്ന് അറിയാമോ? ഇത് ഒരു റബ്ബർ ബാൻഡ് ഗ്ലൈഡർ ആണ്. നമ്മൾ ഇതിനു മുമ്പ് ഈ ഒരു ഗ്ലൈഡർ എങ്ങനെയാണ് ഉണ്ടാക്കിയെന്നുള്ളൊരു വീഡിയോ ഇട്ടിട്ടുണ്ട്. കാണാത്തവരെ ചെക്ക്ഔട്ട് ഇൻ ഡിസ്ക്രിപ്ഷൻ. ഓക്കെ, ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിന്റെ ലിങ്ക് പേസ്റ്റ് ചെയ്തിട്ടേക്കാം. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇതാണ്. നമ്മൾ റബ്ബർ ബാൻഡ് പവേർഡ് എയറോപ്ലെയിൻ ആണ് ഉണ്ടാക്കാൻ പോകുന്നത്. എന്റെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമന്റ് ചെയ്യണം. അപ്പോൾ ഒരുപാട് വെയിറ്റ് ചെയ്യണ്ട, നേരെ വീഡിയോയിലേക്ക് പോവാം. ഓക്കെ, നമ്മളതാ നമ്മുടെ ഫ്ലൈയിങ് ഗ്ലൈഡറിന്റെ ആ ഒരു പ്രൊപ്പലർ കറങ്ങാൻ വേണ്ടി ചെയ്യുന്ന ഒരു പീസാണ് ചെയ്യുന്നത്. അപ്പൊ നമ്മളിത് ആദ്യം ഇത് വെച്ച് ഒരു ചതുരത്തിന്റെ ഫ്രെയിം ഉണ്ടാക്കി എടുക്കണം. അപ്പൊ അതിന് നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ നമുക്ക് 4 ബാംബു സ്റ്റിക്ക് വേണം. പിന്നെ ഇതാ നമ്മൾ കുറച്ച് സൂപ്പർ ഗ്ലൂ എടുത്തിട്ട് ബാംബു സ്റ്റിക്കിന്റെ അറ്റത്ത് അപ്ലൈ ചെയ്ത് കൊടുക്കുക. ശേഷം നന്നായിട്ട് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ ഈ ഒരു ഒട്ടിക്കൽ കൊണ്ട് മാത്രം ഇത് ടൈറ്റ് ആവില്ല. അപ്പൊ നമുക്ക് വേറെ പരിപാടി ചെയ്യാനുണ്ട് കേട്ടോ. അപ്പൊ ഇത് ആദ്യം നന്നായിട്ടൊന്ന് ഒട്ടിച്ചു കൊടുക്കുക. അപ്പൊ നല്ല വൃത്തിക്കൊക്കെ ഒട്ടിച്ചു കൊടുക്കുക കേട്ടോ. നിങ്ങൾക്ക് വേണേൽ ബാംബു സ്റ്റിക്ക് അല്ലാതെ തന്നെ ചെറിയ മെറ്റലിന്റെ പീസൊക്കെ യൂസ് ചെയ്യാം. മെറ്റലിന്റെ പീസ് യൂസ് ചെയ്യുകയാണെങ്കിൽ സ്ക്രൂ ഒക്കെ വെച്ച് ടൈറ്റ് ചെയ്യുക. വെയിറ്റ് കൂടാതെ നോക്കുക. വെയിറ്റ്ലെസ് ആയിട്ടുള്ള പീസൊക്കെ യൂസ് ചെയ്യുക. ഇതപ്പോൾ ബാബു ഒടിഞ്ഞു പോയാലും കുഴപ്പമൊന്നുമില്ല. നമുക്ക് പിന്നെയും നമുക്ക് എടുക്കാം, ചിലവൊന്നുമില്ല. അപ്പൊ ഈ ഒരു വശം നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പൊ നമുക്ക് ഇതുപോലൊരു ഫ്രെയിമാണ് നമുക്ക് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലൊരു കോട്ടന്റെ നൂലെടുത്തിട്ട് ഈ വശത്തെല്ലാം ചുറ്റി കൊടുക്കുകയാണ്. നന്നായിട്ട് ചുറ്റി ടൈറ്റ് ചെയ്തിട്ട് സൂപ്പർ ഗ്ലൂ ഒഴിക്കുകയാണ്. നമുക്ക് നമ്മുടെ പ്രൊപ്പല്ലറിനെ കണക്ഷൻ ചെയ്യാൻ വേണ്ടി വേണ്ടത് ഇതുപോലത്തെ ഒരു പേനയാണ്. നമ്മളിനി ചെയ്യേണ്ടത് ഈ പേന ഫുൾ അഴിച്ചിട്ട് നമുക്ക് ഇതിന്റെ സ്പില്ലർ മാത്രം മതി കേട്ടോ. സ്പില്ലർ മാറ്റി കഴിച്ചിട്ട് നമുക്ക് ഈ ഇത്ര ഒരു നീളത്തിൽ ജസ്റ്റ് ഒന്ന് കട്ട് ചെയ്തെടുക്കുക. കട്ട് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഇതുപോലെ 2 ബാമ്പുവിന്റെ പീസ് എടുത്തിട്ട് അതിന്റെ ഇടയിൽ ഇങ്ങനെ വെച്ചു കൊടുക്കും. അതിനുശേഷം നമ്മൾ ഇങ്ങനെ ചുറ്റി സൂപ്പർ ഗ്ലൂ ഒഴിച്ചു കൊടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ ഇനി ചെയ്യേണ്ടത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തന്നെ നമ്മൾ ഇതിന്റെ ഇടയിൽ വെച്ചിട്ട് ചുറ്റി കൊടുത്ത് സൂപ്പർ ഗ്ലൂ വെക്കാൻ കൂടെ. അപ്പൊ ഞാൻ ഇനി അവർക്ക് കാണിച്ചു തരാം. It's all about humanity. നമുക്കിനി വേണ്ടത് ഇതുപോലൊരു പിന്നാണ്, സേഫ്റ്റി പിന്ന്. അപ്പൊ നമ്മൾ ഇനി ചെയ്യേണ്ടത് ഈ സേഫ്റ്റി പിന്നെ നന്നായിട്ട് നിവർത്തിയെടുക്കണം. നടുക്കൊരു ചെറിയൊരു ബെൻഡുണ്ടാവും. അപ്പൊ അതൊക്കെ നിവർത്തിയെടുക്കുക. നമുക്കൊരു പിന്നൊക്കെ ഉണ്ട്, വളരെ സിമ്പിൾ ആയിട്ട് ഇതുപോലെ നിവർത്തിയെടുക്കാം. ഇപ്പോൾ നമ്മൾ നന്നായിട്ട് നിവർത്തിയെടുത്തിട്ടുണ്ട്. അപ്പോൾ ഈ കാണുന്നതാണ് കേട്ടോ നമ്മുടെ പ്രൊപ്പലർ. ഈ ടൈപ്പ് ഒരു പ്രൊപ്പലർ നമുക്ക് കടയിൽ നിന്ന് കിട്ടും. 10 രൂപ വരെ വരുള്ളൂ. ചില സ്ഥലത്ത് 8 രൂപയ്ക്കൊക്കെ കിട്ടി തരും. അപ്പോൾ നമ്മൾ ചെയ്യുന്നത് ഞാൻ മുകളിലൊരു ഹോൾ ഇട്ടിട്ടുണ്ട്. ആ ഹോൾ വഴി നമുക്ക് ഈ പിന്നെ കയറ്റണം. അതിന് മുമ്പായിട്ട് നമ്മൾ ഈ ചെയ്ത് വെച്ചേക്കുന്ന ഈ ഒരു പീസ് ഉണ്ടല്ലോ, നമ്മൾ ഈ ഒരു പീസിന്റെ ബാക്കിലൂടെ ഇതിങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുക. കയറ്റി വെച്ച് കൊടുത്തിട്ട് നമ്മൾ അളവെടുത്ത് നോക്കുക. എങ്ങനെ ഇത് ഫ്രീ ആയിട്ട് റൊട്ടേറ്റ് ചെയ്യാൻ പാകത്തിനാണോ എന്നെല്ലാം ചെക്ക് ചെയ്യണം. കാരണം ഇത് മാക്സിമം ഫ്രീ ആയിട്ട് ഫ്രിക്ഷൻ ഇല്ലാതെ, അതായത് ഘർഷണമില്ലാതെ വളരെ വൃത്തിക്ക് തന്നെ റൊട്ടേറ്റ് ചെയ്യേണ്ട ഒരു സാധനമാണ്. നമ്മളിങ്ങനെ നോക്കി നമ്മൾ ചെറിയൊരു ലെങ്ത് എടുത്തു. നമുക്ക് എന്നിട്ട് ഇതിന്റെ ഈ ഒരു പകുതി വെച്ച് നമ്മളിത് കട്ട് ചെയ്യാൻ പോവാണ്. കട്ട് ചെയ്യുന്നതിന് മുമ്പായിട്ട് നമുക്കിത് ബെൻഡ് ചെയ്യണം. അപ്പോൾ നമ്മളിത് ചെറിയൊരു ഹുക്ക് ഉണ്ടാക്കണം ഇവിടെ ഈ ഒരു പോയിന്റിൽ. ഇപ്പോൾ ഹുക്ക് ഉണ്ടാക്കിയിട്ടാണ് നമ്മൾ ബെൻഡ് ചെയ്യുന്നത്. ഇങ്ങനെ ഫസ്റ്റ് ബെൻഡ്
അതിനുശേഷം രണ്ടാമത്തെ ബെൻഡ് നമ്മൾ കൊടുത്തു. ശേഷം മൂന്നാമത്തെ ബെൻഡ്. ഈ ഇത്ര ഒരു ബെൻഡ് മതി, അല്ലെങ്കിൽ നമുക്കൊരു യു ഷേപ്പിലാക്കി എടുക്കാം. അതാകുമ്പോൾ നമുക്ക് കുറച്ചുകൂടി എളുപ്പമാണ്. ഓക്കെ, ദാ ഈ ഒരു ഷേപ്പിലാണ് ആക്കി എടുക്കേണ്ടത്. ഇനി നമുക്കിത് കട്ട് ചെയ്ത് മാറ്റാം. ഓക്കെ, നമ്മൾ ആ പീസ് കട്ട് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. നമുക്ക് ഇതുപോലെയാണ് വേണ്ടത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഭാഗത്തേക്ക് ഇതിങ്ങനെ പതുക്കെ ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, നമുക്കിനി ഒരു മാലമുത്തിന്റെ ആവശ്യമുണ്ട്. നമ്മൾ മാലമുത്തൊക്കെ ഇട്ടിട്ട് ഇവിടെ ഒരു ഗ്യാപ്പ് സെറ്റ് ചെയ്യാൻ പോവാണ്. അപ്പോൾ നമ്മൾ മാലമുത്തൊക്കെ എപ്പിച്ചുകൊണ്ട് വന്നിട്ടുണ്ട്. നമ്മളിങ്ങനെ ഒരു മാലയുടെ മുത്ത് ഇങ്ങനെ കയറ്റി വെച്ച് കൊടുക്കുകയാണ്. എത്ര ചെറിയ മുത്താണ് അത്ര നല്ലതാണ് കേട്ടോ. നമ്മൾ എടുക്കുന്ന സ്പില്ലറിനേക്കാളും ചെറുതായിരിക്കണം. പിന്നെ നമ്മളിത് ഈ ഒരു വശം വഴി ഇൻസേർട്ട് ചെയ്ത് കൊടുക്കുകയാണ്. അപ്പോൾ ഇതാ നല്ല ഫ്രീ ആയിട്ട് ഇത് ഇവിടെ കിടന്ന് റൊട്ടേറ്റ് ആയിക്കോളും. ഇനി നമ്മൾ ചെയ്യേണ്ടത് ഈ ഒരു പ്രൊപ്പല്ലർ കണ്ടോ, ഈ ഒരു പ്രൊപ്പല്ലർ പിന്നിന് വരെ വെച്ച് കൊടുക്കണം. അപ്പോൾ അതിന് ചെയ്യേണ്ടത് വേറൊന്നുമല്ല, ഇത് ഒരു ഹോൾ ഇട്ടിട്ട് ആ ഹോളിലേക്ക് ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ അത് ഇതുപോലെ ഇരുന്നോളും. നമ്മൾ നേരത്തെ ചെയ്തതുപോലെ തന്നെ മാലമുത്ത് കയറ്റി കൊടുത്തു. നമ്മൾ ചെയ്തു വെച്ചേക്കുന്നത് ഈ ഒരു ഭാഗം അത് പതുക്കെ ഒന്ന് ഇൻസേർട്ട് ചെയ്ത് കൊടുത്തു. ശേഷം അതിന് മുകളിലേക്ക് നമ്മളൊരു മാലമുത്ത് കൂടെ ഇട്ട് കൊടുത്തു. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ പ്രൊപ്പല്ലർ ഉണ്ടല്ലോ, ഈ പ്രൊപ്പല്ലർ നന്നായിട്ട് പ്രസ് ചെയ്ത് കൊടുക്കുകയാണ്. പ്രസ് ചെയ്തതിന് ശേഷം നമുക്കിനി ഇത് ഗ്ലൂ ചെയ്ത് ഒട്ടിക്കണം. അപ്പോൾ ആ ഒരു പരിപാടി ചെയ്യാൻ പോവാണ്. അത് കഴിഞ്ഞിട്ടാണ് നമ്മൾ ബാക്കി നോക്കുന്നത് കേട്ടോ. ഓക്കെ, നമ്മളിതാ ഈ ഒരു പീസ് ഇപ്പോൾ നന്നായിട്ട് ഒട്ടിച്ചെടുത്തിട്ടുണ്ട്. റൊട്ടേറ്റ് ആയിക്കോളൂ. സൂപ്പർ ഗ്ലൂ ആട്ടോ ഒഴിച്ചത്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഒരു ഫ്രെയിം കണ്ടോ, ഈ ഒരു ഫ്രെയിമിൽ ഇതുപോലെ ഒട്ടിച്ചു കൊടുക്കണം. ഇതാണ് നമ്മുടെ ആ ഒരു ഗ്ലൈഡറിനെ പറത്തുന്ന മെയിൻ എഞ്ചിൻ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതുപോലെ ഇങ്ങനെ ഒട്ടിച്ചു കൊടുക്കുകയാണ്. ഒട്ടിച്ചു കൊടുത്ത് നന്നായിട്ട് കെട്ടി വെക്കുക. കെട്ടി വെച്ചിട്ട് വേണം ഒട്ടിച്ചു കൊടുക്കാൻ. അപ്പോൾ ആ പരിപാടി കാണിച്ചു തരാം. അപ്പോൾ ഗൈസ് ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഞാൻ നേരത്തെ പറയുന്നത് വേറൊന്നുമല്ല, അത് ഈ ക്യാപ്പ് എൻ്റെ വായിലായിരുന്നു, അതുകൊണ്ടാണ് അത് തെറിച്ചും പോയി. അപ്പോൾ നമ്മൾ ഇതുപോലെയാണ് ഒട്ടിച്ചു കൊടുക്കേണ്ടത്. ഇനി ഒട്ടിച്ചിട്ട് ഒരു 5 മിനിറ്റ് അല്ലെങ്കിൽ 3 മിനിറ്റ് ഒന്ന് ഡ്രൈ ആവാൻ വേണ്ടി കാത്തിരിക്കുക കേട്ടോ. വരത് ഇനി നമുക്കുണ്ട് ഇതുപോലെ കുറച്ച് റബ്ബർ ബാൻഡുകളാണ്. ഓക്കെ, നിങ്ങൾ നല്ല ബലമുള്ള റബ്ബർ ബാൻഡുകളൊക്കെ എടുക്കാൻ നോക്കുക. എൻ്റെ ഈ ഭാഗത്ത് ഇടുന്ന ഇത്ര ഇങ്ങനത്തുള്ള റബ്ബർ ബാൻഡുകളാണ് ഗൈസ്. അതുകൊണ്ടാണ് ഞാൻ ഇങ്ങനെയുള്ള എടുത്ത്. അപ്പോൾ നമ്മൾ ചെയ്യേണ്ടത് ഇതുപോലെ 2 റബ്ബർ ബാൻഡുകൾ ചേർത്ത് പിടിക്കുക. ശേഷം ഇതുപോലെ തന്നെ വേറെ 2 മറ്റു റബ്ബർ ബാൻഡുകളും ചേർത്ത് പിടിക്കുക. ഇതുപോലെ പിടിച്ച ശേഷം ഒരു റബ്ബർ ബാൻഡ് വലിച്ച് ഉള്ളിലേക്ക് എടുത്ത് ഈ ഒരു റബ്ബർ ബാൻഡ് ഈ ഒരു പീസ് ഉണ്ടല്ലോ അതും എടുത്ത് കയ്യിലേക്ക് പിടിക്കുക. അപ്പോൾ നമുക്ക് ഇതുപോലെ ഒറ്റ റബ്ബർ ബാൻഡ് ആയിട്ട് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ അടുത്ത സെക്ഷനും ചെയ്തെടുക്കുക. ഒരു സൈഡിൽ പിടിച്ചു, 2 റബ്ബർ ബാൻഡ് എടുത്തു, ഇങ്ങനെ ഇതുപോലെ ഒന്നിനെ പിടിച്ചു കഴിയുമ്പോൾ ഈ ഒരു പീസ് ഉണ്ടാവും. ഈ ഒരു പീസിനെ നമ്മൾ ഇതിലേക്ക് എടുത്ത് ഇതുവരെ വലിച്ചു. അപ്പോൾ നമുക്കിതാ ഇതുപോലൊരു പീസ് കിട്ടിയിട്ടുണ്ട്. നമ്മൾ ചെയ്തു വെച്ചേക്കുന്ന ആ ഒരു ഫ്രെയിമിന്റെ എക്സാക്റ്റ് നീളത്തിൽ എടുക്കുവാണെങ്കിൽ അത്രയും നല്ലതാണ്. നമുക്ക് ഒരു സെറ്റ് കൂടെ ചെയ്തേക്കാം. നേരത്തെ ഇതുപോലെ തന്നെ വീഡിയോ കണ്ട് കറക്റ്റായിട്ട് തന്നെ ചെയ്യാം. ഓക്കെ, അങ്ങനെ നമ്മളിതാ ഏകദേശം 4 സെറ്റ്, അതായത് 8 റബ്ബർ ബാൻഡുകൾ കൊണ്ട് 4 ഭാഗങ്ങൾ ഉണ്ടാക്കി എടുത്തിട്ടുണ്ട്. ഇനി നമ്മൾ ചെയ്യുന്നത് ഈ ഫ്രെയിമിലാണ് നമ്മുടെ അടുത്ത പരിപാടി. ഈ ഒരു ഫ്രെയിം എടുത്തതിന് ശേഷം നമ്മുടെ ഈ റബ്ബർ ബാൻഡ് അതിൻ്റെ ഒരു വശം എടുത്തിട്ട് എന്ത് ചെയ്യുക, അതിൻ്റെ ചുവട്ടിലേക്ക് ഇതുപോലെ വലിച്ചെടുക്കുക. ഇങ്ങനെ വലിച്ചെടുക്കുക. ഇതുപോലെ കെട്ടാൻ ബുദ്ധിമുട്ടുള്ളവർ എന്ത് ചെയ്യുക, വേറെ വള്ളി വല്ലതും എക്സ്ട്രാ എടുത്തിട്ട് ജസ്റ്റ് കെട്ടി കൊടുത്താൽ മതി. ഞാൻ ഈ ഒരു ടെക്നിക്കാണ് യൂസ് ചെയ്യുന്നത്, പൊതുവെ എല്ലാവർക്കും അറിയാം. അപ്പോൾ അതിങ്ങനെ ഉള്ളിലോട്ട് ഇട്ട് കൊടുത്തിട്ട് വലിച്ചു കഴിഞ്ഞാൽ നമ്മുടെ റബ്ബർ ബാൻഡ് അവിടെ ലോക്കായി. അപ്പോൾ ഈ ലോക്ക് ചെയ്യുന്ന ആ ഒരു പോർഷൻ്റെ ഏറ്റവും ടോപ്പിൽ വരണം. അതിനുശേഷം ഇതിൻ്റെ അറ്റം ഉണ്ടല്ലോ, ആ അറ്റം പതുക്കെ വലിച്ച് എന്ത് ചെയ്യുക, നമ്മുടെ ഈ പ്രൊപ്പല്ലറിൻ്റെ ഇവിടെ ഒരു ഹുക്ക് ഉണ്ടല്ലോ, ആ ഹുക്കിലോട്ട് വെച്ച് കൊടുക്കുക. അങ്ങനെ നമ്മുടെ ഗ്ലൈഡറിൻ്റെ ഈ ഒരു ചെറിയൊരു എഞ്ചിൻ ടൈപ്പ്, അതായത് റബ്ബർ ബാൻഡ് എഞ്ചിൻ്റെ വർക്ക് കംപ്ലീറ്റ് ആയിട്ടുണ്ട്. ഇതിങ്ങനെ വർക്കിംഗ് എന്ന് വെച്ചാൽ നമ്മൾ ജസ്റ്റ് ഇതിങ്ങനെ റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. നമ്മൾ എത്രത്തോളം റബ്ബർ ബാൻഡ് ചുറ്റിച്ചെടുക്കുക അത്രത്തോളം റൊട്ടേറ്റ് ചെയ്ത ശേഷം നമ്മൾ റബ്ബർ ബാൻഡ് റിലീസ് ചെയ്ത് കഴിയുമ്പോൾ ഇതുപോലെ കറങ്ങാൻ തുടങ്ങും. അപ്പോൾ നമ്മൾ എത്ര ബലത്തിൽ റൊട്ടേറ്റ് ചെയ്ത് വെക്കുന്നോ അത്രയും പവറാണ് ഇതിന്.
ഇനി നമ്മളിത് നമ്മുടെ ഗ്ലൈഡറിൽ ഒട്ടിച്ചു കൊടുക്കാൻ പോവാണ്. ഇപ്പോൾ ചെയ്തെടുത്ത ഗ്ലൈഡർ. അപ്പം ചിറകിനൊക്കെ ഒരു ക്രാക്ക് വന്നതുകൊണ്ട് ഞാൻ ജസ്റ്റ് ഒരു വുഡിന്റെ പീസ് വെച്ചേക്കണം. വേറെ കുഴപ്പങ്ങളൊന്നുമില്ല കേട്ടോ. അപ്പോൾ ഇതെങ്ങനെ ഉണ്ടാക്കുന്നത് അറിയണമെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ലിങ്ക് കൊടുത്തിട്ടുണ്ട്, അതൊന്ന് പോയി കണ്ടിട്ട് വരിക. അപ്പോൾ ഇങ്ങനെയാണ് നമ്മൾ ഇതാണ് നമ്മൾ ചെയ്യുന്ന ഗ്ലൈഡർ. അപ്പോൾ ഈ സൈഡ് ഞാൻ ജസ്റ്റ് ഒന്ന് കാർവ് ചെയ്ത് മാറ്റിയിട്ടുണ്ട്. വേറെ ഒന്നുമല്ല, നമ്മളിപ്പോൾ ചെയ്തെടുത്തേക്കുന്ന ഈ ഒരു പോർഷൻ അതിൽ അറ്റാച്ച് ചെയ്യാൻ വേണ്ടിയിട്ടാണ്. ഇങ്ങനെയാണ് നമ്മൾ വെച്ച് കൊടുക്കുന്നത്. ഞാൻ ഗ്ലൂ ചെയ്യാനാണ് ഉദ്ദേശിക്കുന്നത്, അല്ല നിങ്ങൾക്ക് ടേപ്പിട്ടൊക്കെ ചുറ്റാം. അപ്പോൾ ഇത് ജസ്റ്റ് ഇത് ഏതെങ്കിലും ഒരു രീതിയിൽ നന്നായിട്ടൊന്ന് ചുറ്റ് ചെയ്ത് വെക്കുക. അത് കഴിഞ്ഞ് നമുക്ക് വെയിറ്റ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്യാം കേട്ടോ. ഞാൻ പ്രൊപ്പല്ലർ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഈ ഒരു രീതിയിൽ സെറ്റ് ചെയ്ത് വലിയ വൃത്തിയൊന്നുമില്ല, നമുക്ക് ജസ്റ്റ് ഒന്ന് ട്രയൽ അടിക്കാൻ വേണ്ടിയല്ലേ. ജസ്റ്റ് ഒരു എക്സ്പെരിമെന്റ് ആണ്. വർക്കായ ആയി, അല്ലെങ്കിൽ ജസ്റ്റ് നോർമൽ ഗ്ലൈഡർ പോലെ ആയിരിക്കും. അപ്പം ഒന്ന് പറത്തിയൊക്കെ നോക്കാം കേട്ടോ. അപ്പം ഞാൻ ഗ്രൗണ്ടിൽ പോവാം. മച്ചാമാരെ, നമ്മുടെ ഫ്ലൈറ്റ് ജസ്റ്റ് ഒന്നുകൂടെ ഗ്ലൈഡർ ഒന്നുകൂടെ പറത്താൻ വേണ്ടി വന്നത്. ഇനി ഇതിപ്പോൾ ഗ്ലൈഡർ അല്ല, മോട്ടറൈസ്ഡ് ഗ്ലൈഡറാണ്. റബ്ബർ ബാൻഡാണ് നമ്മൾ യൂസ് ചെയ്തേക്കുന്നത്. അന്ന് നമ്മൾ എങ്ങനെ ടെസ്റ്റ് ചെയ്തോ അതുപോലെയാണ് ടെസ്റ്റ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഇനി കുറച്ച് ടെസ്റ്റിംഗ് വീഡിയോസ് കാണാം. നന്നായിട്ട് റൊട്ടേറ്റ് ചെയ്ത് കൊടുക്കുക. റബ്ബർ ബാൻഡ് പൊട്ടാത്ത രീതിയിൽ റൊട്ടേറ്റ് ചെയ്യുക കേട്ടോ. It's all about humanity. അപ്പോൾ അച്ഛന്മാരെ റബ്ബർ ബാൻഡ് ഫുള്ള് ഇതാണ്, അത് ടൈറ്റിലാണ് ഇപ്പം ഇരിക്കുന്നത്. വിട്ട് കഴിഞ്ഞാൽ നമുക്കിനി ഇത് പറത്തി കാണിച്ചു തരാം. ദൈവമേ, പറഞ്ഞാൽ മതിയായിരുന്നു. റെഡി 1 2 3 സ്റ്റാർട്ട്. കാറ്റ് ഈ ഭയങ്കര കാറ്റ്. അപ്പോൾ ടെസ്റ്റ് ചെയ്യാൻ പോണേ. ഉയ്യോ കാറ്റ്. ഓക്കെ, അതേ സാധനം നന്നായിട്ട് പറന്നിട്ടുണ്ട്. ഇനി കുറച്ച് ടെസ്റ്റ് ഒക്കെ ചെയ്യാം. ടെസ്റ്റ് ചെയ്യാനല്ല, ഇനി കുറച്ച് നേരം പറത്തി കളിക്കാം. ഈ കാണുന്ന ടെസ്റ്റ് ഞാൻ വീട്ടിൽ നിന്ന് ആദ്യം ചെയ്തതാണ്. ഇത് ശരിക്കും പറഞ്ഞാൽ എൻ്റെ തലയ്ക്ക് വന്ന് ഇടിക്കേണ്ടതായിരുന്നു കേട്ടോ. It's all about humanity. About humanity. It's all about humanity. About humanity. It's all about humanity. അപ്പോൾ അച്ഛന്മാരെ, ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുകയാണ്. DIY വർക്കാണ്, സിമ്പിളാണ്. നമുക്ക് എന്താ പറയുക, നമ്മുടെ ഇന്നേറ്റ് ആയിട്ടുള്ള കഴിവുകളൊക്കെ എങ്ങനെയാണെന്ന് നമുക്ക് ഇതുപോലുള്ള വർക്കുകളൊക്കെ ചെയ്താൽ മനസ്സിലാവും. കുറച്ച് ഫണ്ണായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ചില സമയത്ത് റബ്ബർ ബാൻഡ് ഒന്ന് പൊട്ടിപ്പോയെങ്കിലും കുഴപ്പമൊന്നുമില്ല. റബ്ബർ ബാൻഡ് അമ്പൂസര വെച്ച് നോക്കും. അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളും കമൻറ്റ് ചെയ്യണം. പിന്നെ തുടർന്ന് നിങ്ങളുടെ സപ്പോർട്ട് ആവശ്യമാണ്. നമ്മളൊരു വർക്ക് സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട്, ഒരു ബൈക്ക് ചെയ്യുന്നുണ്ട്. ഉടനെ തന്നെ അതിൻ്റെ അപ്ഡേറ്റ്സ് വരുന്നതാണ്. അപ്പം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. എന്നും കൂടെ ഉണ്ടാവണം. സോ ബൈ ഫ്രം വില്ലേജ് ജീനിയസ്.